ബ്രെഡ് ഓംലെറ്റ് കരിഞ്ഞു പോയത് നോക്കി ഡൈനിങ് ടേബിളിന് മുന്നിൽ വന്നിരിക്കുവാണ് ആദർശ്. നയന താൻ ഉണ്ടാക്കിയ ഫുഡ് ആദർശിന് വിളമ്പി കൊടുക്കുവാണ്. പക്ഷെ ആദർശ് അവളെ തടയുന്നുണ്ട്. നീ ഉണ്ടാക്കിയ ഫുഡ് എനിക്ക് വേണ്ട, ഞാനുണ്ടാക്കിയ ബ്രെഡ് ഓംലെറ്റ് റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് ആദർശ് അത് കഴിക്കാൻ നോക്കുവാണ്. ഓംലെറ്റ് കരിഞ്ഞിട്ടും നിങ്ങളുടെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. അങ്ങനെ നയന പറഞ്ഞപ്പോ, നീ എന്തു പറഞ്ഞാലും ഞാൻ ഉണ്ടാക്കിയത് ഞാൻ തന്നെ കഴിക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. ഇപ്പൊ ഞാൻ എങ്ങനെയാ കഴിക്കാൻ പോകുന്നതെന്ന് നീ കണ്ടോ? അങ്ങനെ ആദർശ് മറുപടി കൊടുക്കുവാണ്. എൻ്റെ പ്ലേറ്റിലേക്ക് നോക്ക് ആദർശേട്ടാ, ഇടിയപ്പവും കടലക്കറിയും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ തേങ്ങാപ്പാലും ഉണ്ട്. എന്തൊരു മണാണിതിന്, സൂപ്പർ ഹെൽത്തി ഫുഡല്ലേ? അങ്ങനെ പറഞ്ഞ നയന ആദർശ് കാണാനായി ഫുഡ് കഴിക്കുന്നുണ്ട്. ആദർശാണെങ്കിൽ കരിഞ്ഞ ഓംലെറ്റ് എടുത്ത് ടേസ്റ്റ് ചെയ്ത ഉടൻ തന്നെ ചുമച്ച് വല്ലാതാവുകയാണ്. അത് കണ്ട് നയന, ഇവിടെ നോക്ക് ആദർശേട്ടാ, കുട്ടികളെ പോലെ ഇങ്ങനെ വാശി പിടിക്കാതെ ഞാനുണ്ടാക്കിയ ഫുഡ് എടുത്ത് കഴിക്ക്, ഇതെല്ലാം ആദർശേട്ടന് വേണ്ടി ഉണ്ടാക്കിയതാ, കഴിക്കുക എന്ന് പറഞ്ഞ് ആദർശിനെ നിർബന്ധിക്കുവാണ്. ആ സമയത്താണ് പുറത്തൊരു പിച്ചക്കാരൻ വന്ന്, വിശക്കുന്നമ്മ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരണമെന്ന് വിളിച്ചു പറയുന്നത്. അത് കേട്ട് ആദർശ്, നിനക്ക് ഈ ഫുഡൊക്കെ മതിയായോ എന്ന് ചോദിക്കുവാണ്. എനിക്കിത് മതി, ബാക്കി ആദർശേട്ടൻ കഴിക്ക്, ഞാൻ കറി വിളമ്പി തരട്ടെ എന്ന് ചോദിക്കുവാണ് നയന. വേണ്ട, നീ ഇവിടെ ഇരുന്നോ, ഞാൻ എടുത്തോളാമെന്ന് പറഞ്ഞ ആദർശ് അവൾ ഉണ്ടാക്കിയ ഫുഡെല്ലാം എടുത്ത് പുറത്തോട്ട് പോവാണ്. നിങ്ങൾ ഇത് എങ്ങോട്ട് പോകുവാന്ന് ചോദിച്ച് നയന പിന്നാലെ ചെല്ലുന്നുണ്ട്. അപ്പോഴേക്കും ആദർശ് എല്ലാ ഫുഡും പിച്ചക്കാരന് നൽകി അയാളെ പറഞ്ഞു വിടുവാണ്. എന്താ ആദർശേട്ടായി കാണിച്ചേ, ഇതൊക്കെ വലിയ തെറ്റാണ്. അങ്ങനെ നയന പറയുമ്പോ, ഞാൻ ചെറിയ കുഞ്ഞായിരിക്കുമ്പോഴേ ഇങ്ങനെ തന്നെയാ, എന്നെ ആർക്കും പറ്റിക്കാൻ പറ്റില്ല. അങ്ങനെ മറുപടി കൊടുത്ത് ആദർശ് പോവാണ്. പിന്നീട് ആകെ വിശന്നിരുന്ന് ഡിസൈനിങ് നോക്കുവാണ് ആദർശ്. വിശന്നിട്ട് വയ്യല്ലോ എന്ന് പറഞ്ഞ ആദർശ് കുപ്പിന്ന് പച്ചവെള്ളം എടുത്ത് കുടിക്കുന്നുണ്ട്. അടുക്കളയിൽ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് നയന അവിടേക്ക് വരുവാണ്. നിങ്ങൾ ഉറങ്ങുന്നില്ലേ എന്ന് നയന ചോദിക്കുമ്പോൾ, ഉറങ്ങണം, അതിനു മുമ്പ് ചില ഡിസൈൻസ് ഒക്കെ നോക്കാനുണ്ട്. അങ്ങനെ ആദർശ് പറയുവാണ്. എന്ത് ഡിസൈനാ ഇതെന്ന് ചോദിച്ച് നയന ലാപ്പിലേക്ക് നോക്കിയപ്പോൾ താൻ രാവിലെ പവിത്രക്ക് വരച്ചു കൊടുത്ത ഡിസൈൻ അതിൽ കാണുവാണ്. അത് കണ്ട് നയനക്ക് ചിരിയൊക്കെ വരുന്നുണ്ട്. ഈ ഡിസൈനൊക്കെ നമ്മുടെ ഓഫീസിലെ ഡിസൈനർ പവിത്ര വരച്ചതാണ്. പാവം പവിത്ര, അവളോട് ഞാൻ രാവിലെ ഒരുപാട് ദേഷ്യപ്പെട്ടു. എന്നിട്ടും അവള് അത്ര കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത്രയും ഭംഗിയുള്ള ഡിസൈൻ തയ്യാറാക്കിയില്ലേ? കണ്ടില്ലേ, ഇതുപോലെ ആന്റിക് ഡിസൈനൊക്കെ വരക്കാനേ നല്ല ഡിഫറെന്റ് മൈൻഡ് വേണം. ഇതിന്റെ വാല്യൂ ഒന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അങ്ങനെ ആദർശ് മറുപടി കൊടുക്കുവാണ്. ഓഹോ, അത്രയും നല്ലതാണോ ഈ ഡിസൈൻ? അങ്ങനെ നയന ചോദിച്ചപ്പോ, ഞാൻ പറഞ്ഞില്ലേ, ഇത് വരക്കാനേ നല്ല ബുദ്ധിയും സാമർഥ്യം ഒക്കെ വേണം. അത് നിനക്കില്ല. നിനക്കൊക്കെ വീട്ടിലിരുന്ന് പാത്രം കഴുകാനും ഭക്ഷണം ഉണ്ടാക്കാനും തറ തുടക്കാനും ഒക്കെ അറിയൂ. അതുപോലെയല്ല ഡിസൈൻ വരക്കുന്നത്. ഡിസൈനിങ് വേറെ ഏരിയ, അതിന് നന്നായി തിങ്ക് ചെയ്യണം. ഈ പവിത്രയുടെ കഴിവ് വെച്ച് അവളെ നമ്മുടെ കമ്പനിയിൽ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരണം എന്നൊക്കെ പറയുവാണ് ആദർശ്. ശരി ശരി, ആദർശേട്ടൻ പോയി കിടക്ക്. അങ്ങനെ നയന പറയുമ്പോ, ഞാൻ വന്നോളാം, നീ പോയിക്കോ എന്ന് പറഞ്ഞ് ആദർശ് നയനെ പറഞ്ഞു വിടുവാണ്. ഭാഗ്യം, അവൾ പോയി. എനിക്കാണെങ്കിൽ വിശപ്പ് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. അവൾ ഉണ്ടാക്കിയ സൂപ്പർ ഫുഡായിരുന്നു. ഞാൻ ഒന്നും ആലോചിക്കാതെ അതൊക്കെ പിച്ചക്കാരന് കൊണ്ടുപോയി കൊടുത്തു. ഇത്ര ബോധമില്ലാത്തവനായി പോയല്ലോ ഞാൻ. അങ്ങനെ പറഞ്ഞ ആദർശ് കിച്ചണിലേക്ക് ചെല്ലുവാണ്. ഫ്രിഡ്ജ് തുറന്നപ്പോ ജലജ വാങ്ങിക്കൊണ്ടുവന്ന ഐസ്ക്രീം അതിനകത്തിരിക്കുന്നത് ആദർശ് കാണുന്നുണ്ട്. ഹായ് ഐസ്ക്രീം. ഐസ്ക്രീം വിശന്നിരിക്കുമ്പോൾ കഴിക്കാനേ എന്തൊരു ടേസ്റ്റാ. അങ്ങനെ പറഞ്ഞ ആദർശ് അത് മൊത്തം കഴിക്കുവാണ്. അത് കണ്ടോണ്ട് നയന വന്ന്, വിശക്കുവാണെങ്കിൽ ഐസ്ക്രീം ആണോ എടുത്ത് കഴിക്കേണ്ടത്? ഞാൻ വല്ലതും ഉണ്ടാക്കി തരട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ വിശക്കുന്നുണ്ടെന്ന് നിന്റെ അടുത്ത് പറഞ്ഞോ? ജസ്റ്റ് ഐസ്ക്രീം കണ്ടപ്പോൾ കഴിച്ചു, അത്രയേ ഉള്ളൂ എന്ന് ആദർശ് പറഞ്ഞപ്പോൾ, ശരി ശരി, നിങ്ങൾ കഴിച്ചിട്ട് വായെന്ന് പറഞ്ഞ് നയന പോവാണ്. നന്ദുവിന് വേണ്ടി രാത്രി പോലീസ് സ്റ്റേഷന് മുന്നിൽ ഉറങ്ങാതെ കാവലിരിക്കുവാണ് ഗോവിന്ദും കനകയും. ആദർശ് ഐസ്ക്രീം കഴിച്ചിട്ട് റൂമിലേക്ക് എത്തുന്നുണ്ട്. എന്തുപറ്റി, ഇനിയും വിശക്കുന്നുണ്ടോ നിങ്ങൾക്ക്? ഞാൻ ഫുഡ് ഉണ്ടാക്കി തരട്ടെ എന്ന് നയന ചോദിച്ചപ്പോൾ, ഞാൻ ചോദിച്ചതിന് നീ ആദ്യം മറുപടി പറയ്. ഇന്നലെ രാത്രി എന്താ നടന്നത് എന്ന് ചോദിക്കുവാണ് ആദർശ്. അതാ ഞാനും ആലോചിക്കുന്നേ, ഞാനങ്ങ് മറന്നുപോയി. അങ്ങനെ നയന പറഞ്ഞപ്പോ ആദർശ് അവളെ പിടിച്ച് മുറിയിൽ നിന്ന് പുറത്താക്കുവാണ്. ഇന്നലെ രാത്രി എന്താ നടന്നേന്ന് നീ പറയാതെ നിന്നെ ഈ മുറിയിൽ കയറ്റില്ല. അങ്ങനെ ആദർശ് പറയുവാണ്. എന്താ ആദർശേട്ടാ ഇത്? മുന്നിൽ നിന്ന് മാറ്, ഞാൻ അകത്തോട്ട് കയറട്ടെ. ഈ റൂമിൽ ആദർശേട്ടന് എത്ര റൈറ്റ്സ് ഉണ്ടോ അതിന് പകുതി റൈറ്റ്സ് എനിക്കുണ്ട്, മനസ്സിലായോ? മാറി നിൽക്കങ്ങോട്ട്. അങ്ങനെ പറഞ്ഞ നയന ആദർശിനെ തള്ളി മാറ്റിക്കൊണ്ട് മുറിയിൽ കയറുവാണ്. ഇങ്ങനെ പോയാ നീ എന്നെ പിടിച്ച് പുറത്താക്കുവല്ലോടി എന്ന് പറയുവാണ് ആദർശ്. ശേഷം നയനയോട് ബാഡ് നൈറ്റും ഒക്കെ പറഞ്ഞ് കിടന്നുറങ്ങുവാണ്. കുറച്ച് കഴിഞ്ഞ് ഐസ്ക്രീം കഴിച്ചതുകൊണ്ട്
ആദർശിന് ഉറക്കത്തില് ശ്വാസമുട്ടലുണ്ടാവുകയാണ്. സംസാരിക്കാൻ പോലും പറ്റാതെ ആദർശ് കിടന്ന് പെടയുന്നത് കണ്ടുകൊണ്ട് നയന ഉണരുവാണ്. എന്തു പറ്റി ആദർശേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് നയന അവനെ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ വീസിംഗ് സ്പ്രേ എവിടെയാ വെച്ചിരിക്കുന്നേ എന്ന് ചോദിച്ചുകൊണ്ട് നയന മുറി മൊത്തം തെരഞ്ഞെങ്കിലും അത് കിട്ടിയില്ല. വേറെ സ്പ്രേ ഇല്ലെന്നാ തോന്നുന്നേ. ശരി, നമുക്ക് ഡോക്ടറെ അടുത്ത് പോവാമെന്ന് പറഞ്ഞ് നയന വയ്യാതെ കിടക്കുന്ന ആദർശിനെ താങ്ങിപ്പിടിച്ച് പുറത്തോട്ട് കൊണ്ടുവരുവാണ്. ഉടനെ സെക്യൂരിറ്റിയെ വിളിച്ച് ആദർശേട്ടന് തീരെ സുഖമില്ല, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം, നിങ്ങൾക്ക് ഡ്രൈവിംഗ് അറിയില്ലേ എന്ന് നയന ചോദിക്കുവാണ്. ഇല്ല മാഡം, എനിക്ക് കാർ ഓടിക്കാൻ അറിയില്ല എന്ന് അയാൾ പറഞ്ഞപ്പോൾ എന്നാ വേഗം പോയി ഒരു ഓട്ടോയോ വണ്ടിയോ വിളിച്ചുകൊണ്ട് വരാൻ നയന ആവശ്യപ്പെടുവാണ്. ഈ അർദ്ധരാത്രി എവിടെന്നാ മാഡം ഓട്ടോ? ഒരു വണ്ടി പോലും സ്റ്റാൻഡിലില്ല. അങ്ങനെ അയാൾ മറുപടി കൊടുക്കുവാണ്. ഈ അവസ്ഥയിൽ ആദർശേട്ടന് കാറ് ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ നയന പറഞ്ഞപ്പോൾ മാഡം എൻ്റെ 2 വീലർ ഇരിപ്പുണ്ട്, ഞാനത് എടുത്തോണ്ട് വരാം മാഡം, സാറിനെ പിന്നിലിരുത്തി മാഡം കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞ് അയാൾ പോകുവാണ്. തന്നെ പിടിച്ചു നിൽക്കുന്ന ആദർശിനോട് നയന ആദർശേട്ടാ നിങ്ങൾക്കൊന്നുമില്ല, ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുവാണ്. അപ്പോഴേക്കും സെക്യൂരിറ്റി സ്കൂട്ടിയുമായി വന്ന് ആദർശിനെ അതിലേക്ക് കയറ്റുന്നു. സെക്യൂരിറ്റി നിങ്ങൾ ഡ്രൈവറെ വിളിച്ച് കാറും എടുത്ത് ഹോസ്പിറ്റലിലോട്ട് വരാൻ പറയേ, അപ്പോഴേക്കും ഞാൻ ആദർശേട്ടനെയും കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവാം. അങ്ങനെ പറഞ്ഞ നയന 2 വീലറിൽ കയറുവാണ്. ആദർശ് 2 വീലറിൽ നിന്ന് വീഴാതിരിക്കാനായി ഒരു തുണി എടുത്തുകൊണ്ട് വന്ന് ആദർശേട്ടനെ എന്നെയും തമ്മിൽ ചേർത്ത് കെട്ടാൻ നയന സെക്യൂരിറ്റിയോട് ആവശ്യപ്പെട്ടപ്പോൾ അയാൾ 2 പേരെയും കെട്ടുവാണ്. ആദർശേട്ടാ നിങ്ങൾ എന്നെ മുറുകെ പിടിച്ചിരുന്നോ? അങ്ങനെ നയന പറഞ്ഞപ്പോൾ ആദർശ് അവളെ ചാരിയിരിക്കുവാണ്. പിന്നീട് ആദർശിനെ പിന്നിലിരുത്തി നയന പോകുന്നുണ്ട്. ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിക്ക് ഹോസ്പിറ്റല് ഇവിടെ അടുത്ത ആദർശേട്ടാ, നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല, പേടിക്കേണ്ട, ആദർശേട്ടൻ ധൈര്യമായിട്ടിരിക്ക് എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് വണ്ടി ഓടിക്കുവാണ് നയന.